15ാം നിയമസഭയിൽ ഏറ്റവും ചെറിയ ഭൂരിപക്ഷത്തോടെ സഭയിൽ വന്ന ഒരാളാണ് ഞാൻ. 38 വോട്ടിൻ്റെ മാത്രം ഭൂരിപക്ഷമായിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം ഞാൻ ഏറ്റവും അഭിമാനത്തോടെ പറയുന്നു, ബുർജ് ഖലീഫയുടെ ഉയരത്തിലുള്ള ഭൂരിപക്ഷമാണ് എനിക്ക് പെരിന്തൽമണ്ണ സമ്മാനിച്ചത്. 32,840 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ 16ാം നിയമസഭയിലും അംഗമാവാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ അഭിമാനമായി ഞാൻ കാണുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ UDFൻ്റെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ പ്രതിപക്ഷത്തിരുന്നവരാണ്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിരിക്കുന്ന കാലം സമരകാലമായിരുന്നു. ഈ സർക്കാരിൻ്റെ പല നയങ്ങളോടും നിലപാടുകളോടും വിയോജിച്ചും വളരെ ശക്തമായി രാഷ്ട്രീയ പോരാട്ടം നടത്തിയും മുന്നോട്ട് പോയ കാലം. പക്ഷേ ആ കാലത്തും സൗഹൃദങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ലാതെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ 16ാം നിയമസഭ ഏറ്റവും മനോഹരമായി, ക്രിയേറ്റീവായി, സർഗാത്മകമായി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ 5 വർഷം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഹൗ ടു എംപവർ പീപ്പിൾ എന്നുള്ളതായിരുന്നു. എൻ്റെ നിയോജകമണ്ഡലം മാതൃകാപരമായ പല പദ്ധതികളും കൊണ്ടുവന്നു. സർക്കാർ സഹായത്തോടെ ആയിരുന്നില്ല, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ, ഈ നാട്ടിലെ പല തരത്തിലുള്ള മനുഷ്യരുടെ പിന്തുണയോടെ, പ്രത്യേകിച്ചും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ തുടങ്ങിയ IAS അക്കാഡമി ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 108 പേരെ പച്ചമഷി കൊണ്ട് ഒപ്പുവെക്കുന്ന ഗസറ്റഡ് ഓഫീസേഴ്സായി ഞങ്ങൾക്ക് മാറ്റാൻ സാധിച്ചു. 14 കുട്ടികൾ സിവിൽ സർവീസിലേക്ക് എത്തുന്ന ഒരു വലിയ, കേരളത്തിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു IAS കോച്ചിങ് സെൻ്ററായി അതിനെ വളർത്താൻ കഴിഞ്ഞു. ഒരു 3 ടയർ സിറ്റിയിൽ അങ്ങനെ ഒരു സ്വപ്നം സാധ്യമാകുമെന്ന് ഒരിക്കലും പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്കത് സാധ്യമാക്കാൻ കഴിഞ്ഞു. ഇനിയുള്ള എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി, ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ അവഗണന നേരിട്ട ജില്ലാ ആസ്പത്രിയെ ഏറ്റവും ഉന്നതമായ ഒരു ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ്. പെരിന്തൽമണ്ണയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു കാര്യം, പെരിന്തൽമണ്ണ ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ്. ഒരുപാട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നഗരമാണ്. 9ഓളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മാത്രമുള്ള പട്ടണമാണ്. അവിടെ ഏറ്റവും സാധാരണക്കാരൻ്റെ പ്രതീക്ഷയായിട്ടുള്ള ജില്ലാ ആസ്പത്രി സർക്കാർ തലത്തിലുണ്ട്. കഴിഞ്ഞ 10 വർഷം ആ ജില്ലാ ആസ്പത്രിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കൊടുക്കാൻ, ഏറ്റവും നന്നായി അതിനെ മാറ്റാനും സാധാരണക്കാരൻ്റെ മുമ്പിൽ നടത്താനും വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഹ്യൂമൻ റിസോഴ്സിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു 5 വർഷത്തിനിടയിൽ 100 സംരംഭങ്ങളിലൂടെ 10,000 വനിതകളെ തൊഴിൽ ലഭിക്കുന്ന തരത്തിലേക്ക് വളർത്തണമെന്നതാണ് എൻ്റെ സ്വപ്നം. അതിനുവേണ്ടി ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ സ്കെയിലപ്പ് കോൺക്ലേവ് എന്ന പേരിൽ കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം സ്ത്രീകളുടെ ഓൺട്രപ്രണർഷിപ്പിനെ ഏറ്റവും നന്നായി ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും.